എന്ന് പറഞ്ഞാൽ വിശ്വാസവും അവിശ്വാസവും കലർന്നുപോയ ഹൃദയമാണ്. ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കും, ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കൂല. ചില വാപ്പമാര് പറയില്ല മക്കളെ കുറിച്ച്, എന്റെ മോന് സംശയം വെള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കും, അതുപോലെ മറ്റേ വെള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാ. എന്റെ മോൻ ഒരൊറ്റ ജുമഅ മുടക്കൂല, ഒരൊറ്റ പടവും വിടൂല, വലിയ റാഹത്താ. ഇതാ ഇങ്ങനെ ചില മക്കളുണ്ട്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ അങ്ങനെയാ. നിസ്കാരം ചെയ്യാൻ മറ്റേ പരിപാടി, ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നവരാ. വലിയ പാടാ, രക്ഷപ്പെടുന്ന കാര്യം വലിയ പാടാ, അള്ളാഹ് വലിയ കുറവ്. നമ്മളൊരു കാര്യം തീരുമാനിക്കണം. നമ്മളെപ്പോ നന്മയിലേക്ക് നമ്മൾ വിചാരിച്ചുകൊണ്ട് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് സാധിക്കാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മനസ്സിലേക്ക് നാം ഇതുപോലെ വൃത്തികേടുകൾ നിറച്ചു വെച്ചതുകൊണ്ടാണ്. തിൽക്കദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ആഖിറത്തെ വിജയം, അതുപോലെ തന്നെ അന്തിമ വിജയം, അതൊക്കെ ദുനിയാവിൽ ആഡംബരവും ഫസാദും ഫിത്നയും ഒന്നും കൊതിക്കാതെ ആൺകുട്ടികളെ പോലെ ഭവ്യതയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ആ തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ. അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ചില അവയവങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന സമുദായം അവർക്ക് നരകം ഉറപ്പാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ചില അവയവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർ ചെറുപ്പക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. സുന്ദരികളാണ് പെൺകുട്ടികൾ നിലക്കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നിട്ട് ആ കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നിട്ട് അവര് പറയൂല്ലേ, ചുണ്ട് ചുമപ്പിച്ചിട്ട് അതേ കവിള് തുടിപ്പിച്ചിട്ട് മതി വരുന്നില്ല. ഇന്ന് സഹോദരിമാര് പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന പൗഡർ എന്താ? വെള്ള പൗഡറല്ല, പിന്നെയോ റോസ് പൗഡർ. അതൊക്കെ വീട്ടിൽ കാണും. മയക്കുമരുന്ന് പറഞ്ഞ ഒരു ഭർത്താവിനെ ഇവിടെ പിടിച്ചു എയർപോർട്ടിൽ ഭാര്യയ്ക്ക് കൊണ്ട് വന്നത് റോസ് പൗഡർ. താത്ത ഇവിടെ നിന്ന് എഴുതി വിടും, മച്ച അവിടെ നിന്ന് കൊണ്ടുവരും. നിക്കറിനും തസ്ബീനൊന്നും കുറവില്ല, കവിള് ചോദ്യമാവാന്നിരിക്കും ഈ പൗഡർ ഇട്ട. ചില സഹോദരിമാര് പറയും, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലോ, നാളെ തന്നെ വാങ്ങിക്കണം. താനെ കൊണ്ട് അങ്ങനെ ഉപയോഗം. റോസ് പൗഡർ അത് മുഖത്തിട്ടാൽ കവിളിങ്ങനെ തുടുത്തു ചുമന്നിരിക്കും. അതിട്ടുകൊണ്ട് കല്യാണത്തിന് പോയി കാറ്ററിംഗ് സർവീസുകാരൊക്കെ ഇഷ്ടം പോലെ ചിക്കന്റെ പീസ് ഇട്ട് തരും. കഴിക്കുന്ന സുഖമായിരിക്കല്ലേ, ഇഷ്ടം പോലെ കിട്ടും. വീഡിയോക്കാര് മുമ്പേ നിന്ന് മാറൂല, എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം ചുമന്ന പൗഡറാണ് ഇപ്പൊ സഹോദരിമാർ ഉപയോഗിക്കുന്നത്, വെള്ള പൗഡർ മാറ്റി. പല മോഡലുണ്ട്, അതിലൊന്നും കിടക്കുന്നില്ല, അതിലൊന്നും സമയമില്ല. ചില അവയവങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നവർ. അല്ലാഹു നമുക്ക് തന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള അവയവമേതാ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, അത് ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. 350 ഗ്രാമാണ് ഹൃദയത്തിന്റെ ഭാരം. നമ്മുടെ ഹൃദയം അങ്ങോട്ട് ഈ നെഞ്ചങ്ങോട്ട് വെട്ടിക്കീറിയിട്ട് ഹൃദയമെടുത്ത് പുറത്ത് വെച്ചിട്ട് തൂക്കി നോക്കിയാൽ 350-360 ഗ്രാം മാത്രമാണ് ഭാരം വരുന്നത്. 60 സെക്കൻഡ് കൊണ്ട് 72 പ്രാവശ്യം ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം ഒരു 2-3 സെക്കൻഡ് ഒന്ന് നിന്ന് പോയാൽ അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അല്ലാഹു നമ്മെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. സൈലന്റ് അറ്റാക്കുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 27-ാം രാവിൽ വെള്ളക്കടവ് പള്ളിയിൽ എഴുത്തിക്കാതിരുന്ന ചെറുപ്പക്കാരൻ മുഹമ്മദ് യൂസുഫ് 27-ന് പകലിൽ വൈകുന്നേരത്തോടുകൂടി വെള്ളക്കടവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. 2 മക്കൾ യതീമീങ്ങളാണ്. വെള്ളക്കടവിന്റെ പരിസരത്ത് ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, കോളനികളുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട്. അല്ലാഹുവേ, ആ മരണ വീട്ടിലേക്ക് ഞാനൊന്ന് ദ്വാരക്കാൻ പോയപ്പോൾ കട്ടിലിന് മുകളിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ചാടി എഴുന്നേറ്റിട്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ കൂടെ വന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവും അത് കേൾക്കാൻ. സുബ്ഹാനല്ലാഹ്, യൂസുഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുപോൽ 27-ാം രാവിലെ ആ പള്ളിയിൽ വന്നിട്ട് എത്തിക്കാവുന്ന സഹോദരനാണ്. 2 മക്കളെ യതീമാക്കിയിട്ട് അന്നത്തെ രാത്രിയിൽ സൈലന്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. പിന്നെ കണ്ണു തുറന്നില്ല. അത്താഴം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ സഹോദരനാണ്. സുബൈക്ക് പള്ളിയിൽ പോണം, ഉമ്മ ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്നവനാ, എഴുന്നേൽക്കുന്നില്ല. വിളിക്കുമ്പോ ശരീരം മരവിച്ചു പോയി. അല്ലാഹുവേ, ആരും അറിയാതെ അടുത്ത് കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തില്ല. കൂടെ കിടക്കുന്ന ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. അതാണല്ലോ പുതിയ അറ്റാക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പുതിയ അറ്റാക്ക്? എങ്ങനെയാണ്? ആരും അറിയാതെ പെട്ടെന്ന് മരണപ്പെടുക, ആരും അറിയാതെ പെട്ടെന്ന് മരണപ്പെടുക. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
മരണം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഭർത്താവിനെ പിടിച്ചു കുലുക്കി നോക്കുമ്പോ ശരീരം വല്ലാതെ ഉറന്നിരിക്കുകയാണ്, നെഞ്ചുവല്ലാതെ കൂടിയിരിക്കുകയാണ്. മരണം നിറന്നിട്ട് ഒരുപാട് സമയമായി. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ആ പാവപ്പെട്ട മക്കളെ യതീമിന്റെ സങ്കടം അറിയാതെ നീ വളർത്തിക്കൊണ്ട് വരണേ അല്ലാ. ആരുണ്ട് സഹോദരിമാരെ മരണപ്പെട്ടു പോയാൽ നാം നോക്കുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കാൻ ആരാ ഉള്ളത്? നാം നോക്കുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കാൻ ആരാ ഉള്ളത്? ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകരമാകുമോ സഹോദരങ്ങളെ? ആരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകരമാകുമോ സഹോദരങ്ങളെ? അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ പെരുങ്കുളത്തെ മജ്‌ലിസിൽ വന്ന് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കണമെന്ന് നിയത്തിലാണ്. മാമരുഭൂമിയും ഭരതകാടും തീർത്തവനേ എൻ തമ്പുരാൻ, മണ്ണും മലരും മണവും മധു തീർത്തവന് യാദൽ ജലാല്. മാമരുഭൂമിയും ഭരതകാടും തീർത്തവനേ എൻ തമ്പുരാൻ, മലരും മലരിൽ മണവും മധു തീർത്തവന് യാദൽ ജലാല്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. രാപ്പകലുകൾ വ്യത്യാസമാകുന്നതിൽ അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചിരുന്നത് ആകാശത്തെ കുറിച്ചാ. എന്തുകൊണ്ടാ അങ്ങനെ ചിന്ത വന്നറിയോ? رعبا فودع وغتب دعني تقدم يا حبيبي لا تخف أبصر تناجي ربك الخيوم صلوا عليه وسلموا تسليما. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയില്ലേ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയപ്പോ എന്റെ പ്രിയമുള്ളവരെ ആകാശലോകത്തിന്റെ അത്യുത്ഭുതങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുപോയി. പിന്നെ ഇവിടെ വന്നു പോയാൽ എപ്പോഴും ആകാശത്തിലേക്ക് ഒരു നോട്ടമാണ്. എന്തോ അത്ഭുതമാ, എന്തോ അത്ഭുതമാ സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുകയാ, മനസ്സിന് വിഷമം വന്നാൽ, മനസ്സിന് സങ്കടം വന്നാൽ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ സങ്കടം നാറ്റിത്തരുമെന്ന് അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാ. ദുഃഖം വന്നിരിക്കുന്നവരെ, പ്രയാസം വന്ന് തളം കെട്ടി നിൽക്കുന്നവരെ ആകാശത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു പോയാൽ നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അത്ഭുതമേ ആകാശം, അത്യത്ഭുതമേ ആകാശം. ആകാശലോകത്തിന്റെ അനുഗ്രഹങ്ങളായ നക്ഷത്രങ്ങള്, താരകോടികള്, ചന്ദ്രനക്ഷത്രാദികളെല്ലാം അത്ഭുതം തന്നെയാണ്. എന്റെ പ്രിയമുള്ളവര്, ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാരെ എന്താ ചിന്തിക്കുന്നത്? ഫേസ്ബുക്ക് ഓണാക്കി പോയാൽ, നെറ്റിലേക്ക് പ്രവേശിച്ചു പോയാൽ സുന്ദരികളായ പെൺകുട്ടികളുടെ ശരീര സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സമയം കളയുന്ന ചെറുപ്പക്കാരാ. എന്റെ തലച്ചോറിന്റെ ഉറക്കം കെടുത്തുന്നത് എത്രയോ തരുണീമണികളാണ്. ഫേസ്ബുക്ക് അങ്ങോട്ട് ഓണാക്കിയാൽ നല്ല ഓറഞ്ചിന്റെ നിറത്തിലുള്ള പെണ്ണിന്റെ ഫോട്ടോ, ഫാത്തിമ, സന, ആയിഷ, ഹൊന, അങ്ങനെയൊക്കെയാണ് പുതിയ പേര്. ഈ പേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് രണ്ട് കുത്തങ്ങിടും. ഇത് ഏതെങ്കിലും ചിലപ്പോ ഊതറ പെണ്ണുങ്ങളായിരിക്കും. പക്ഷെ ഫോട്ടോ കിട്ടാനാണ് ആർക്ക് പാട്. ഈ ഫോട്ടോ അങ്ങോട്ട് വെക്കുമ്പോ ചെറുപ്പക്കാരിങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ട് റിക്വസ്റ്റ് ഫാത്തിമ സന. അപ്പൊ കൂട്ടി തന്നെ വിളിക്കും, എടാ നിന്റെ മൊബൈലിൽ വന്നോ മറ്റേ സാധനം? എന്റെ വന്നടിയാവും. ഒന്നും പറയണ്ടടാ. അല്ലാഹുവേ, ഇതൊക്കെ ഉണ്ടോ? ലോകത്തിങ്ങനെ പെണ്ണുണ്ടോ? വിളിയാ ഓരോ ദിവസവും കാണുന്ന പെൺകുട്ടികൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യമുള്ളതായിട്ട് നിനക്ക് തോന്നിപ്പിക്കും എന്നതാണ് ഇബ്ലീസിന്റെ ഒന്നാമത്തെ ആയുധം. നിന്റെ ഭാര്യയെക്കാളും സൗന്ദര്യം ബാക്കി എല്ലാവരുടെ ഭാര്യയ്ക്കുണ്ടാവും, ഇല്ലേ? അത് ഉറപ്പാസായ. നിങ്ങൾ പെണ്ണാണാൻ പോയപ്പോ തിമിരുമായിരുന്നു, നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് നാണം കുടുങ്ങി ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞ് വരാതെ നോക്കി കെട്ടണമായിരുന്നു. പിന്നീട് കെട്ടിയിട്ട് ഷാനവാസിന്റെ കണ്ടോടാ, ഷംനാദിന്റെ കണ്ടോടാ, എനിക്ക് മാത്രം എന്ന് ദീർഘശ്വാസം വിട്ടിട്ടൊന്നും കാര്യമില്ല. അന്ന് നോക്കി കെട്ടണം. ഇന്ന് പിന്നെ കണ്ണു കാണാൻ പറ്റില്ല, മുടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്.
ഇങ്ങനെ നോക്കുക അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എല്ലാ ചെറുപ്പക്കാരുടെ ഭാര്യമാർക്കും എന്റെ ഭാര്യക്കാരുടെ സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ തീരുമാനം അങ്ങനെയാ. അതാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശത്രുത. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണം. ഈ അപ്പുറത്തെ വീട്ടിൽ പോയി നിന്നിട്ടും ജനാലയിലൂടെ നിങ്ങൾ വീട്ടിലേക്ക് നോക്കിയാൽ മതി. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് രണ്ടാമത്തേലേക്ക് ജനാല തുറന്നിട്ട് നിന്റെ സ്വന്തം വീട്ടിലേക്ക് നോക്കുമ്പോ ഈ പറയും, ഒന്നോ ഒരു അടിപൊളി പെണ്ണോട് നിൽക്കുന്നല്ലോ, നിന്റെ വെണ്ണ ഏട്ടു എല്ലാം കൂടെ കിടന്നിട്ട് നീ അറിഞ്ഞില്ല. ഇപ്പൊ അപ്പുറത്ത് നിന്ന് മാറി നോക്കിയപ്പോഴാ സൂപ്പർ സൂപ്പർ. ഇതെന്തേ നമുക്ക് തോന്നുന്നത്? എല്ലാവരുടെയും മനസ്സെങ്ങനെയാണ്? സൗന്ദര്യ സങ്കല്പത്തിന്റെ വിഷയത്തിൽ അവിടെയാണ് നമുക്ക് പരാജയം. അള്ളാഹു നമുക്ക് തന്നു, അൽഹംദുലില്ലാഹ്. ഇത് തന്നെയാണ് ഭൂലോക സുന്ദരി. ഇത്തിരി മൂക്കി ചപ്പിയാലും ഇത്തിരി കണ്ണ് ഞണങ്ങിയാലും ഇതിനപ്പുറം സൗന്ദര്യം ഇല്ലാന്ന് സ്വയം തീരുമാനിച്ച് ജീവിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. വലിയ പാടാ. എത്ര കിട്ടിയാലും 4 വരെ പോകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പോകാനും പറ്റില്ല. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനിത് പറയുന്നത് ഏത് രീതിയിൽ ചിന്തിച്ചാലും സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഇത്തിരി ആർത്തി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും ഇങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കി വെച്ചിട്ട് അല്ലേ, അവളെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു, എവിടെയാണ് താമസിക്കുന്നത്, പെരുങ്കുളത്താണോ കുത്ത് ചോദ്യം. അപ്പൊ മറുപടി അതേ, തിരിച്ച് അതേന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഒരു വര അടി കയറി. പെരുങ്കുളത്ത് എവിടെ? ഇബ്രാഹിംകട കടയുടെ താഴെ. അവിടെയാണ് എന്റെ ഹൗസ്. 3ാം ക്ലാസ് 4 കൊല്ലം തോറ്റനെ ഔച്ച്. എന്നിട്ട് എഴുതി ഒപ്പിട്ട് വീണ്ടും അങ്ങോട്ട് അയക്കാൻ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി ഒന്ന് കാണണമല്ലോ. കാണാൻ വേണ്ടി ചെല്ലാൻ മണനാക്ക് ജംഗ്ഷനിൽ വരാൻ പറഞ്ഞു. 15 ബാറ്ററി ടോർച്ചിട്ട് അടിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ്. ഓറഞ്ചിന്റെ നിറമായിരുന്നു ഫേസ്ബുക്കിൽ, പക്ഷെ മാറി. ഉജാലമുക്കിയത് കൊണ്ടല്ല, നിറം ഒറിജിനൽ അങ്ങനെ തന്നെയാ. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സമയമുണ്ടല്ലോ. എങ്ങനെ പണം ഉണ്ടാക്കണം ചിന്തിക്കൂലേ? ഈ ഭാര്യമാർ നിങ്ങളെ ചിന്തിപ്പിക്കൂലേ? രാത്രി വന്ന് ഇങ്ങനെ കട്ടിലിരിക്കുമ്പോ പറയും, ഇങ്ങനെ പോയാൽ മതിയോ, ശൈല വീട് വെച്ചു, ജുനൈദ വീടിന്റെ തറക്കല്ലിട്ട്, സൈനവ കുറ്റിയടിച്ച്, നിങ്ങൾ മാത്രം ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നോളൂ, നമുക്ക് വീട് വെക്കണ്ടേ? അപ്പൊ അവനൊക്കെ അങ്ങനെ പറയും, നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, അത് ദുബായി പോയി 1,000 ശമ്പളത്തിന് ജോലി ചെയ്ത് എങ്ങനെ കിട്ടും, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സമയമുണ്ട്. വേണ്ടാന്നല്ല, അതൊക്കെ വേണം. ദീർഘവീക്ഷണം കുടുംബ ജീവിതത്തിൽ ആവശ്യമാണ്. സഹോദരിമാരങ്ങനെ ഒരു നിയന്ത്രണം വെക്കുന്നതിന് നല്ലതാണ്. അപ്പൊ അതൊക്കെ ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ എന്തിന് നമുക്ക് നേരമില്ല? എന്തിന് നേരമില്ല? അൽ കയ്യിസു മൻ ദാന നഫ്സഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോയാൽ എനിക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ്. അങ്ങനെ ചിന്തിക്കാൻ ഇന്നത്തെ രാത്രിയിൽ 1 മിനിറ്റ് നിങ്ങളൊന്ന് സമയം ചെലവഴിച്ച്, ഇന്ന് ഞാൻ മരണപ്പെട്ടു പോയാൽ നൗഷാദ് ബാഖവി, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇന്നത്തെ രാത്രി മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് പള്ളിപ്പറമ്പിൽ ഖബറിന്റെ അകത്തായിരിക്കും.